എല്ലാവർക്കും ഡ്രീമേഴ്സ് വേൾഡ് മലയാളത്തിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ നാഗർകോവിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വലിയൊരു ക്ലോക്ക്. അപ്പോൾ ഈ ക്ലോക്ക് ഇരിക്കുന്ന ഈ ഒരു ജംഗ്ഷന് പറയുന്നത് തന്നെ മണിമേടൈ ജംഗ്ഷൻ എന്നാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ദിനോസർ പാർക്ക് അല്ലെങ്കിൽ അയ്യർ പാർക്ക് എന്നറിയപ്പെടുന്ന നാഗർകോവിലിലെ പാർക്ക് കാണാനായിട്ടാണ്. ഇങ്ങനെ ദിനോസർ പാർക്ക് എന്നിവിടെ പേര് വിളിക്കാൻ തന്നെ കാരണം ഈ വലിയൊരു ദിനോസറിൻ്റെ പ്രതിമയാണ്. ഈ സിറ്റിയുടെ നടുക്കായിട്ട് തന്നെ ഇങ്ങനൊരു സ്ഥലം കൊടുത്തേക്കുന്നത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. കാരണം ഒത്തിരി പേർക്ക് റെസ്റ്റ് എടുക്കാനും ഫ്രീ ആയിട്ടിരിക്കാനും ഒക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. 10 രൂപയാണ് ഇവിടേക്ക് വരുന്ന അഡൾട്ടിനുള്ള എൻട്രി ഫീസ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 5 രൂപയാണ്. പാർക്കിംഗ് സൗകര്യങ്ങൾ ഒക്കെ തന്നെ ഇവിടെയുണ്ട്. പിന്നെ നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ കുറേ ചെടികളാണ് കേട്ടോ. കുറേ ചെടികൾ ആ ഒരു തണുപ്പും ഒരു തണലും ഒക്കെ ആ ഒരു പ്രദേശത്തിന് നന്നായി കൊടുക്കുന്നുണ്ട്. നിറയെ വെറൈറ്റി ഓഫ് മരങ്ങളൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ രസകരമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുറേ നേരം അതിലേക്കൂടെ നടന്നു കേട്ടോ. നല്ലൊരു ഏരിയ ഉണ്ട് അതിലേക്കൂടെ നടക്കാനായിട്ടൊക്കെ. പിന്നെ പതുക്കനെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ ഈ ഒരു ഡെമോൺസ്ട്രേഷനാണ്. വളരെ നാച്ചുറലായിട്ട് തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാം, കാണാനും ഒക്കെ സാധിക്കും. ഇങ്ങനെ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്ന റോഡിലൂടെ നമ്മൾ പോയപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കയറി വന്നിങ്ങനെ കാണാമെന്നൊരു അറിവില്ലായിരുന്നു. പിന്നീട് നമ്മൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് പോലെയാണുള്ളത്, ഇവിടെ വന്ന് നമുക്ക് സന്ദർശിക്കാനും ഒക്കെ സൗകര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതും നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതും. അതിനുശേഷം കണ്ട ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നിർമ്മിതിയാണ്. മഹാത്മാഗാന്ധി മെമ്മോറിയൽ സ്തൂപ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നിർമ്മിച്ച ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ താഴെ എഴുതിയിട്ടുണ്ട്. 1949 ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു നിർമ്മിതി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആകാശത്തിൻ്റെ ആ സൗന്ദര്യമൊക്കെ ചേരുമ്പോഴത്തേക്കൊരു പ്രത്യേക ഭംഗിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു ഫോട്ടോയാണിത്. ഈ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു പിക്ചറിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് ഒത്തിരി പേര് ഫോട്ടോ എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആഗ്രഹമായിരുന്നു ഇവിടെ കയറി നിന്ന് എടുക്കണമെന്ന്. അപ്പോൾ നമ്മളും എടുത്തു. കുറേ പേര് ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ് കേട്ടോ. ഇനി പോകുന്നവരെങ്കിലും അങ്ങനെ എഴുതാതിരിക്കുക. കാരണം നമുക്ക് പിന്നീട് ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തന്നെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മീൻകുളം പോലെയുണ്ട്. കുറേ മീനൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ചെറിയൊരു മീൻകുളം ഉണ്ട്, അത് നമ്മൾ നോക്കി. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതുങ്ങൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുറേ ഏരിയാസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്നിരുന്ന് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്ന് വീക്കെൻഡിൽ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമുക്കും ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ ഉള്ള. നിശബ്ദതയാണ്. ഒരുപാട് ആൾക്കാർ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ എഴുതാനുള്ള വർക്കുകളൊക്കെ അവിടെ നിന്ന് ചെയ്യുന്നത് കണ്ടു. പിന്നെ കുറേ പ്രായമായ ആൾക്കാർ വന്ന് മരച്ചുവട്ടിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന കണ്ടു. അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ നാഗർകോവിൽ വരികയാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കണം, കുറച്ച് നേരം ഒന്ന് കാമായിട്ടിരിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പറ്റിയൊരിടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വ്ളോഗ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.